യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ ഈ കൺവെൻഷനിൽ ഇന്ന് നമുക്ക് വേണ്ടി അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനായി എത്തിച്ചേർന്നിട്ടുള്ളത് തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോർജ് ഞർലക്കാട്ട്. പിതാവ് നമ്മോട് വചനം പങ്കുവയ്ക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ഹൃദയം തുറന്ന് വലിയ സ്നേഹത്തോടെ പിതാവിനെ വേദിയിലേക്ക് സ്വീകരിക്കാം. പിതാവിലൂടെ ദൈവം തരുന്ന വചന സന്ദേശം നമുക്ക് സ്വീകരിക്കാം. പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ വചനം ബ്രദർ സാബുവിലൂടെയും ബന്ധപ്പെട്ടവരിലൂടെ നിങ്ങൾ കേട്ട് നിങ്ങളെ തന്നെ വിശദീകരിക്കുകയായിരുന്നു. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എത്ര വലിയ ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് എപ്പോഴും നമ്മളെ പ്രേരിപ്പിക്കുക ഓരോ കാര്യത്തിനും. നമുക്ക് പാളിച്ചകൾ വരാവുന്ന ഒത്തിരിയേറെ മേഖലകളുണ്ട്. ധ്യാനാവസരത്തിലൊക്കെ അതൊക്കെ കുറേ പറഞ്ഞു കാണും, പലതും കാണും. നമ്മൾ വഴിതെറ്റിപ്പോകുന്ന മേഖലകളുണ്ടല്ലോ, ധാരാളമുണ്ട്. അപ്പോൾ അവിടങ്ങളിലൊക്കെയും ഈ പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. നമ്മളതിലെ പോകരുതേ എന്ന് പറയും. ഒരു മോശമായ ഒരു ബന്ധം തുടങ്ങുന്നു, ആത്മാവ് തീർച്ചയായിട്ടും നമ്മളോട് പറയും അത് ശരിയല്ല എന്ന് പറയും. ഒരു മോശമായ ഫോൺ സംഭാഷണം തുടങ്ങുന്നു, പരിശുദ്ധാത്മാവ് പറയും പറ്റില്ല മോളെ, ശരിയല്ല എന്ന് പറയും. മോനെ അത് ശരിയല്ല എന്ന് നമ്മളോട് പറയും. അത് നിങ്ങളോട് മാത്രമല്ല, വൈദികരോടും സിസ്റ്റേഴ്സിനോടും പിതാക്കന്മാരോടും എല്ലാവരോടും, മാർപ്പാപ്പയടക്കം എല്ലാവരോടും പരിശുദ്ധാത്മാവ് പറയും. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിച്ചാൽ നമ്മൾ വിശദീകരിക്കപ്പെടും. റോമൻസ് 8:13 അതുകൊണ്ടല്ലേ പൗലോസ്യ പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാ ദൈവത്തിന്റെ പുത്രിപുത്രന്മാര്. ലോകത്തിന്റെ ചൈതന്യത്താൽ നയിക്കപ്പെടുകയല്ല, ദൈവത്തിന്റെ ചൈതന്യത്താൽ. അപ്പൊ പ്രിയമുള്ളൊരു പരിശുദ്ധാത്മാവ് ഒരു സഹായകനെ നമുക്ക്. എന്നിട്ട് ഈശോ നമ്മളോട് പറയുക, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. നമ്മൾ ആരും അനാഥരല്ല, ഓർത്തേക്കണം. നമ്മുടെ അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ പ്രിയപ്പെട്ടവരോ ഒക്കെ മരിച്ചു പോയാലും ആരും ഗവനിച്ചില്ലേലും നമ്മൾ ഗവനിക്കുന്ന, നമ്മളെപ്പറ്റി ശ്രദ്ധിക്കുന്ന കരുതലുള്ള ഒരപ്പച്ചൻ നമുക്കുണ്ട്. ആ അപ്പച്ചൻ തന്നിരിക്കുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. പ്രിയമുള്ളൊരു പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഈശോ പറയുകയാണ്, യോഹന്നാൻ 14:26 പറയുകയാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതും നിങ്ങളെ പഠിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവായിരിക്കും. ദൈവിക കാര്യങ്ങളെപ്പറ്റി, ദൈവത്തിന്റെ പ്രബോധനങ്ങളെപ്പറ്റി, സഭയുടെ പ്രമാണങ്ങളെപ്പറ്റി, സഭയുടെ പ്രബോധനങ്ങളെപ്പറ്റി, പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രബോധനങ്ങളെപ്പറ്റിയൊക്കെ നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ശക്തി പരിശുദ്ധാത്മാവാണ്, നിരന്തരമായിട്ട്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തേണ്ടത് പരിശുദ്ധാത്മാവ്. അതിനോട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി അത് നമ്മൾ ഓർക്കേണ്ടത്. പ്രിയമുള്ളവരെ, പിന്നെ പറയുകയാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 26-ാമത്തെ വചനം, പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷ്യം വഹിക്കും, സാക്ഷ്യം വഹിക്കാനുള്ള ശക്തി തരുമെന്ന് അറിഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമുക്ക് സാക്ഷിയായിരിക്കും. സാക്ഷ്യം വഹിക്കാനുള്ള കരുത്തും ശക്തിയും പരിശുദ്ധാത്മാവ് തരും. ഈശോയുടെ തിരുവചനമുണ്ട്, മത്തായിയുടെ സുവിശേഷം 10 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പറയാണ്, നിങ്ങൾ എൻ്റെ നാമത്താൽ തന്നെ നിങ്ങൾ പീഡിപ്പിക്കപ്പെടും, നിങ്ങൾ നാടുവാണികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ കൊണ്ടുപോയി നിർത്തപ്പെടും. അപ്പോൾ എന്ത് സംസാരിക്കണം, എന്ത് പറയണമെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളായിരിക്കില്ല അപ്പോൾ സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ സമയത്ത് തരും, ശക്തി തരും എന്ന് അറിഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിന് വേണ്ടി, ക്രൈസ്തവ ജീവിതത്തിന് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനുള്ള കരുത്ത് പരിശുദ്ധാത്മാവ് തരും. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ജനുവരി 7 മുതൽ 18-ാം തീയതി വരെ സിനഡ് നടക്കുകയായിരുന്നു. ഈ സിനഡിന്റെ അവസാന ദിവസം ഒരു ഡോക്യുമെന്ററി ഞങ്ങളെ കാണിച്ചു. 2008 ഒറീസയിലെ കാൻഡമാനിൽ നടന്ന മതപീഡനത്തെയും അതേപറ്റി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററി ആയിരുന്നു. നമുക്കറിയാം, ഏതാണ്ട് 100ഓളം ക്രൈസ്തവരെ കൊല ചെയ്യപ്പെട്ടു. 3500 പരം കുടുംബങ്ങൾ കത്തിച്ചാമ്പലാക്കപ്പെടുകയുണ്ട്, തീ വെച്ച് നശിപ്പിച്ചു കളഞ്ഞു.
അവർ താമസിച്ചിരുന്ന ആ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ അവർക്ക് ഒളിച്ചോടേണ്ടി വന്നു. ഇപ്പൊ കുറച്ചായിട്ട് പതുക്കെ അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ആ ഡോക്യുമെന്ററിയിൽ ഒരു കുടുംബത്തിന്റെ കഥ ഞങ്ങൾ കാണിക്കുകയുണ്ടായി. അപ്പനും അമ്മയും 2 കുഞ്ഞു മക്കളും അടങ്ങിയ കുടുംബമാണ്. ഒരു ദിവസം വൈകുന്നേരമായപ്പോൾ ഈ സംഘടനയുടെ ആൾക്കാരെ കുറച്ചു പേര് അവരെ സമീപിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ കർത്താവായ ഈശോയെ തള്ളി പറയണം, ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കണം, ഉപേക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ചുട്ടുകരിക്കും. കന്നാസ് മുഴുവൻ പെട്രോളും ആയിട്ട് കടന്നു വന്ന മനുഷ്യരാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാവോ? ഈ അപ്പനും അമ്മയും 2 കുഞ്ഞു മക്കളെ തങ്ങളോട് ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, യേശു ക്രിസ്തുവാണ് ഞങ്ങൾക്ക് സകലതും, ഞങ്ങൾക്കുള്ളതെല്ലാം അവനിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്, ഞങ്ങൾ അവനെ ഉപേക്ഷിക്കുന്ന പ്രശ്നമേ ഇല്ല. നിമിഷങ്ങൾക്കകം കൊണ്ടുവന്ന പെട്രോൾ മുഴുവൻ അവരുടെ ദേഹത്തേക്ക് ഒഴിക്കുകയും നിമിഷ നേരം കൊണ്ട് അവരൊരു അഗ്നികുണ്ഡമായി മാറുകയും ചെയ്തു. ആ ഏറ്റു പറയാനുള്ള ശക്തി കിട്ടിയത് എവിടുന്നാണ്? പരിശുദ്ധാത്മാവ് കൊടുത്തത്. പ്രിയമുള്ളവരെ, പഴക്കം ചെന്ന പരമ്പരാഗതരായ ക്രൈസ്തവരായ നമുക്കുണ്ടോ അത്രയും ശക്തി? സാക്ഷ്യം വഹിക്കുവാനുള്ള കരുത്ത് പരിശുദ്ധാത്മാവ് തരും, സത്യം തുറന്ന് പറയുവാൻ. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ദാനമായ ആത്മബലം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. തിന്മയ്ക്കെതിരായി പോരാടാനായിട്ട്, തിന്മയ്ക്ക് നമ്മൾ പ്രേരിപ്പിക്കുന്നവരോട് പറ്റുകയില്ല എന്ന് പറയാനായിട്ട്, നന്മ ചെയ്യാനുള്ള ബലം കിട്ടുവാനായിട്ട് പ്രാർത്ഥിക്കണം നമ്മൾ, ആത്മബലത്തിനായിട്ട്. വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ വായിക്കുക. വചനം ഇതാണ്: പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ വന്ന് നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുന്ന അറിഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ സത്യം എന്താണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. യഥാർത്ഥ നീതി എന്താണെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. അത് പരിശുദ്ധാത്മാവ് ചെയ്യേണ്ട കാര്യമാണ്, അത് നമ്മൾ ഓർക്കേണ്ടത്. അപ്പോൾ നമ്മളെ നീതിയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ആത്മാവ് നമുക്ക് ഓരോ സമയത്ത് അത് ചെയ്തു തരുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്ന് ഓർത്തേക്കുക. നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പറ്റി സംശയം തോന്നാം ചിലപ്പോഴെങ്കിലുമൊക്കെ. അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ, അവരും ഇവരുമൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ, വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇന്റർനെറ്റ് ചാനൽ ചർച്ചകളിലൂടെയൊക്കെ ആയിട്ട് നമ്മൾ അതും ഇതും എല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം ഇളകി പോകാൻ സാധ്യതയുണ്ട്. പരിശുദ്ധാത്മാവോട് ചോദിക്കുക, അപ്പോൾ ആത്മാവ് നമുക്ക് പറഞ്ഞു തരും സത്യം എന്താണെന്നുള്ള കാര്യം. പ്രിയമുള്ളവരെ, യോഹന്നാൻ വീണ്ടും പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലെ 13-ാമത്തെ വചനത്തിൽ പറയുകയാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യത്തിന്റെ പൂർണ്ണത കർത്താവായ ഈശോയാണ്, ത്രിത്വൈക ദൈവമാണ്. അപ്പൊ ത്രിത്വൈക ദൈവത്തിന്റെ പക്കലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പോസ്തലന്മാരുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവര് കർത്താവിനെ പ്രഘോഷിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് പോലും പരിശുദ്ധാത്മാവ് അവരോട് പറയുന്നു. നമ്മൾ അപ്പോസ്തല പ്രവർത്തനം വായിച്ചാൽ മതി. ഉദാഹരണത്തിന് 16-ാം അധ്യായത്തിൽ ബാർന്നബാസും പൗലോസും കൂടി ഏഷ്യയിലേക്ക് വരാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുക. ഉടനെ പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. അവർ സൈപ്രസിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും നയിക്കപ്പെട്ട് അവസാനം മാസിഡോണിയയിൽ ചെന്ന് പെടുക. പരിശുദ്ധാത്മാവ് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അവിടെയാണ് അവൻ്റെ സമയമായത്. ആത്മാവ് നയിക്കുന്നത്. പ്രിയമുള്ളവരിങ്ങനെ ഈശോ തൻ്റെ അപ്പോസ്തലന്മാരെ പരിശുദ്ധാത്മാവുമായിട്ട് പഠിപ്പിക്കുകയായിരുന്നു. തൻ്റെ ഉത്ഥാനത്തിന് ശേഷം പിതാവിന്റെ പക്കലേക്ക് കരയേറുന്നതിന് മുമ്പ് ഈ അപ്പോസ്തലന്മാരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ നഗരം വിട്ടു പോകരുത്, പരിശുദ്ധാത്മാവ് വന്ന് നിറയാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം എന്നാ പറഞ്ഞത്. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ 53-ാമത്തെ വചനം പറയാണ്, അപ്പോസ്തലന്മാർ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദേവാലയത്തിൽ അനുദിനം ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചിരുന്നു പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തില് അപ്പോസ്തലന്മാരെല്ലാവരും ദേവാലയത്തിൽ സെഹിയോൻ ഊട്ടുശാലയിൽ ഒരുമിച്ച് കൂടി ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെന്തക്കോസ്ത് അനുഭവം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത്. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ 3-4 ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇതാ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളി വരുന്ന ദിവസം നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഈ കുർബാന വേളയിലും ആരാധന വേളയിലും രോഗശാന്തി ശുശ്രൂഷ വേളയിലൊക്കെ ആയിട്ട് പരിശുദ്ധാത്മ നമ്മളിലേക്ക് കടന്നു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നാൽ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും വരിക തന്നെ ചെയ്യും.
കാരണം നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴെല്ലാം പരിശുദ്ധാത്മ നമ്മളിലേക്ക് വരാം. ഈശോ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് എത്ര അധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലെ വചനമാണ്. കർത്താവ് പറഞ്ഞു, ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും, മുട്ടുകയും നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്നിട്ട് പറയുക, നിങ്ങളിലെ മാതാപിതാക്കൾ മക്കൾ വന്ന് അപ്പം ചോദിച്ചാൽ തേളിനെ പിടിച്ചു കൊടുക്കുവോ? മുട്ട ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുവോ? ദുഷ്ടരായ നിങ്ങൾ മക്കൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ തന്നോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഈശോയുടെ വചനമാണ്. അപ്പൊ തന്നോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഈശോ എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്നല്ല അർത്ഥം. ഒരു ആശ്ചര്യത്തിന് അതിന്റെ അവസാനം കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് ഇഷ്ടംപോലെ കൊടുക്കുന്ന പറഞ്ഞിരിക്കുന്നത്. വിളിച്ചപേക്ഷിക്കുക, അതാ ചെയ്യണം. കരഞ്ഞ് പ്രാർത്ഥിക്കുക, ആത്മാവിനെ തരണമേ എന്ന്. അല്ലെങ്കിൽ അപ്പസ്തലന്മാര് ഈശോന് പറഞ്ഞ പോലെ ദാഹിച്ച് പ്രാർത്ഥിക്കണം. ദാഹിച്ച് ആഗ്രഹത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. അപ്പസ്തലന്മാരിലേക്ക് വന്നതുപോലെ ഈശോ പ്രിയമുള്ളവരെ, അപ്പസ്തലന്മാര് ധൈര്യശാലികളായി തീർന്നു. ഭയമെല്ലാം മാറി. അപ്പോഴാണ് അവർക്ക് വെളിവ് കിട്ടിയത്. ഈശോ അന്ന് വരെ പഠിപ്പിച്ച പല കാര്യങ്ങളും അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ പടിപടിയായിട്ട് ആത്മാവിലൂടെ അവർക്ക് പ്രകാശം കിട്ടി. അവരുടെ മനസ്സും ഹൃദയവും ജ്വലിച്ചു. അവരുടെ ബുദ്ധിക്ക് പ്രകാശം കിട്ടി. പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഈശോയെ പറ്റി പ്രസംഗിക്കാൻ തുടങ്ങി. പലവട്ടം ഈശോയെ ഉപേക്ഷിച്ചു പോയ പത്രോസിന് പ്രസംഗിക്കാൻ ശക്തി കിട്ടിയ എത്ര മനോഹരമായ പ്രസംഗമാണ് പത്രോസിൻ്റെത്. അപ്പസ്തോല നടപടി 2ഉം 4ഉം അധ്യായങ്ങൾ എടുത്ത് വായിച്ചാൽ മതി, കാണാൻ നമുക്ക് സാധിക്കും. പത്രോസിയായുടെ പ്രസംഗം കേട്ട ആളുകൾ എന്ത് സംഭവിച്ചു? അപ്പസ്തോല നടപടി 2:37 നമ്മൾ വായിക്കുന്നുണ്ട്. അവര് പത്രോസിയായുടെ അടുക്കിലേക്ക് വന്നിട്ട് പറയുക, സഹോദരന്മാരെ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജീവന്റെ വചനമായി ജീവനായി ഞങ്ങളുടെ പക്കലേക്ക് വന്ന കർത്താവായ ഈശോയെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു, ഞങ്ങൾ അവനെ ക്രൂശിച്ചു. ഇനിയിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യണം? പശ്ചാത്താപത്തോടുകൂടി അവരടുത്ത് വരിക. പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുകയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിനെ കിട്ടിയ അപ്പസ്തോലന്മാര്, ഈ അപ്പസ്തോലന്മാർ ഇങ്ങനെ ഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ട ആ മനുഷ്യരോട് അവർ പശ്ചാത്തപിച്ച് പത്രോസിന്റെ പക്കൽ വന്നപ്പോൾ പത്രോസ് പറയുക, നിങ്ങളും പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. പ്രിയമുള്ളവരെ, നമ്മളും പശ്ചാത്തപിച്ച് അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ച് മനസ്സിൽ ഹൃദയത്തിൽ പശ്ചാത്താപവും മാനസാന്തരവും ഉള്ളവരായി തീർന്നാൽ നമ്മൾ ചോദിക്കുന്നിടത്തേക്ക് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരും. എന്നിട്ട് പത്രോസ് പറയുക, ആരുടെ മേലൊക്കെയാണ് വരുന്നത്? തിരുവചനം മാത്രമേ ഞാൻ പറയുന്നത്. ആരുടെ മേൽ വരും എന്നാ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ മേലെ. പത്രോസിന്റെ വചനം കേട്ടോണ്ടെന്ന് അവരോട് പറയാം, നിങ്ങളുടെ മേൽ വരും, നിങ്ങളുടെ സന്താനങ്ങളുടെ മേലെ. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് മാത്രമല്ല വരുന്നത്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, വിദൂരസ്ഥരിലേക്ക്. നമ്മുടെ മക്കൾ എവിടെയായിരുന്നാലും വേണ്ടിയില്ല, പരിശുദ്ധാത്മാവിനെ അങ്ങോട്ട് കടന്നു ചെല്ലാൻ ഒരു നിമിഷം പോലും വേണ്ട. വിദൂരസ്ഥരിലേക്ക്. അവസാനം പറയുക, ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും, നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലായിടത്തേക്കും പരിശുദ്ധാത്മാവിനെ കിട്ടും. അതിന് ജാതി മതമൊന്നും ഇല്ല കേട്ടോ, അതുങ്ങൾ ഓർത്തേക്കണം. ക്രൈസ്തവനും കത്തോലിക്കനും മാത്രമേ പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന് വിചാരിച്ചേക്കരുത്. അത് മുസ്ലിം സഹോദരങ്ങൾക്കും ഹൈന്ദവ സഹോദരങ്ങൾക്കും ആദിവാസികളായിട്ടുള്ള സഹോദരങ്ങൾക്കും എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടും. ആ കർത്താവ് അങ്ങനെയാ, രക്ഷകനായ ഈശോ എല്ലാവർക്കുമായിട്ട് കൊടുക്കുക. അപ്പൊ ഈ ദിവസത്തിൽ നമ്മളും ആത്മാവിനെ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ആത്മാവ് നയിക്കും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചപ്പോൾ നമ്മുടെ ശരീരലേപന വേളയിൽ തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും നമ്മൾ എന്തൊക്കെയാ സ്വീകരിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ നമുക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ എത്ര എണ്ണമാണ്? 9 എണ്ണമെന്നാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ വരം എണ്ണാൻ പറ്റത്തില്ല, ഇഷ്ടംപോലെ വരങ്ങളാണ്. നമുക്ക് എന്ത് വേണം ചോദിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് തന്നുകൊള്ളും. ഇപ്പൊ നമ്മളൊരു ടീച്ചറാണോ, ഒരു നേഴ്സാണോ, ഒരു സോഷ്യൽ വർക്കറാണോ, ഒരു സിസ്റ്ററാണോ, ഒരു വൈദികനാണോ, കുടുംബജീവിതം നയിക്കുന്നവരാണോ, നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ വരം തരണമേ എന്ന് പറഞ്ഞാൽ മതി, പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ചോദിച്ചാൽ മാത്രം മതി. ആഗ്രഹത്തോടുകൂടി ചോദിക്കണം, സ്നേഹിച്ചുകൊണ്ട് ചോദിക്കണം, പാപമില്ലാത്ത അവസ്ഥയിലായിരിക്കണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനും ഇത് 3 വ്യവസ്ഥയാണ്, അത് ഓർക്കണം നമ്മൾ. ഒന്ന്, ആഗ്രഹിക്കണം നമ്മൾ യഥാർത്ഥമായിട്ട്.
പരിശുദ്ധാത്മാവെ എന്നിലേക്ക് എഴുന്നള്ളി വരണം എന്ന് തന്നെ പറയണം നമ്മൾ. നീ വരാതെ ഞാൻ വിടുകയില്ല. അതാ പരിശുദ്ധാത്മാവോട് പറയണം. ആ ആഗ്രഹം നമുക്കുണ്ടാകണം. ചോദിക്കുമ്പോൾ സ്നേഹത്തോടെ ചോദിക്കണം, സ്വാർത്ഥതയൊക്കെ മാറ്റിവെക്കണം. പരിശുദ്ധാത്മാവെ എനിക്ക് മാത്രമല്ല, എനിക്ക് തന്നില്ലേലും എൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് അങ്ങയുടെ ആത്മാവിനെ കൊടുക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരോടൊപ്പം നമ്മളെയും അനുഗ്രഹിക്കും. സ്നേഹപൂർവ്വം ചോദിക്കുക. അപ്പോൾ അതിന് നമ്മുടെ മനസ്സിൽ ഈ നീരസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, വിരോധം ഉണ്ടെങ്കിൽ മാറ്റിവെക്കണം. സൗഖ്യമൊക്കെ കിട്ടാൻ നമ്മൾ ആഗ്രഹിച്ച് വന്ന് നിൽക്കുമ്പോൾ ഒന്ന് പരിശോധിക്കണം, നമ്മുടെ മനസ്സിൽ വല്ല വെറുപ്പും കിടപ്പുണ്ടോ ഇപ്പോഴും? അപ്പൊ നീരസങ്ങളും വല്ലതും ഉണ്ടോ? വല്ല പ്രതികാര ചിന്തയോ ഉണ്ടോ? നമ്മൾ അത് മാറ്റണം. അല്ലാതെ പരിശുദ്ധാത്മാവ് കടന്നു വരത്തില്ല. അപ്പൊ ധ്യാനപ്രസംഗങ്ങളിലൂടെ അതുകൊണ്ടാണ് നമ്മൾ 3-4 ദിവസമൊക്കെ ഇങ്ങനെ വചനം പറഞ്ഞ് നമ്മൾ ഒരുക്കുന്നത്. ഇതൊക്കെ അങ്ങ് വിട്ടുകളയാൻ വേണ്ടിയാ. അത് വിടുന്ന ആ നിമിഷം പരിശുദ്ധാത്മാവിലേക്ക് വരും. പാപവും പരിശുദ്ധാത്മാവും തമ്മിൽ പൊരുത്തപ്പെടുകയില്ല. പരിശുദ്ധാത്മാവ് സ്നേഹത്തിന്റെ ആത്മാവാണ്. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹത്തിൽ നിന്ന് ജനിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എങ്കിൽ വിദ്വേഷമുള്ളിടത്തേക്ക് പരിശുദ്ധാത്മാവിന് കടന്നു വരാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് പാപരഹിതമായ നിർമ്മലമായ ഹൃദയത്തോടെ, അതാണ് പത്രോസ് പറഞ്ഞത്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരിക തന്നെ ചെയ്യും. അപ്പൊ നമ്മൾ ചോദിക്കണം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക, ചോദിക്കുക. അതാണ് അപ്പോസ്തലന്മാർ ചെയ്തത്. പത്രോസിയുടെ വചനം ഓർക്കുക, നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടും. പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിന്റെ ലേഖന ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആത്മാവിനാൽ നയിക്കപ്പെടേണ്ട ജീവിതം എന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ പറ്റിയാണ്. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ ആവശ്യമുള്ളത് ചോദിച്ചുള്ളത് നിങ്ങൾക്ക് ലഭിക്കും. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ 7 നമുക്ക് എല്ലാവർക്കും അറിയാം. സപ്തദാനങ്ങൾ എന്ന് പറയുന്നത് അറിവും ജ്ഞാനവും വിജ്ഞാനവും എല്ലാം പരിശുദ്ധാത്മാവിന്റെ ആ ദാനങ്ങളിൽ പെടുന്നതാണ്. നമ്മൾ ചോദിക്കണം. ചോദിച്ചാൽ തരും. നമുക്ക് ചോദിച്ചാൽ നിർലോഭം തരും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 34-ാമത്തെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവം ആത്മാവിനെ നൽകുന്നത് അളന്നല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അളക്കാതെ തൂക്കാതെ വല്ലതും കിട്ടുമോ നമുക്ക് ഇന്നത്തെ കാലത്ത്? പക്ഷെ പരിശുദ്ധാത്മാവിന് ദൈവം നൽകുന്നത് അളന്നല്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. വാരിക്കോരി കൊടുക്കുക. കൊണ്ടു ചെല്ലുന്ന പാത്രം നിറച്ച് കിട്ടും. ഹൃദയമാവുന്ന പാത്രമായിട്ട് ചെന്നേച്ചാൽ മതി. അപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമുക്കറിയാം. 12 ഫലങ്ങളുണ്ട് പരിശുദ്ധാത്മാവിന്റെ. നമുക്കറിയാവുന്നതാണ്. സ്നേഹം, സന്തോഷം, സമാധാനം. നമുക്ക് വേണ്ട ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചോദിക്കണം. ഇതൊക്കെ തരാൻ പരിശുദ്ധാത്മാവ് തയ്യാറായി നിൽക്കുക. നമ്മുടെ കുടുംബജീവിതത്തിലെ വ്യക്തിബന്ധങ്ങളില് സ്നേഹത്തിന്റെ അഭാവമുണ്ടോ? സമാധാനം ഇല്ലാത്ത അവസ്ഥയുണ്ടോ? ശാന്തിയുടെ കുറവുണ്ടോ? നമുക്ക് ചോദിച്ചാൽ മതി പരിശുദ്ധാത്മാവിനോട്. സ്വസ്ഥമായി, ശാന്തമായി, സമാധാനമായി ജീവിക്കാൻ വേണ്ടി ദയയും നന്മയും ദയയും ഒക്കെ പരിശുദ്ധാത്മാവ് തരുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, ആത്മസംയമനം, വിശ്വസ്തത, സൗമ്യത, ഇങ്ങനെ പോകുന്ന ആ ഫലങ്ങളെല്ലാം നമുക്ക് കിട്ടും. വല്ലാത്ത കോപമുള്ളവരാണ് നമ്മൾ, എടുത്തിയാട്ടക്കാരാണോ? പരിശുദ്ധാത്മാവോട് ചോദിക്കുക, ക്ഷമ തരാൻ പറയാ. ചുരുക്കത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിശദീകരിക്കുന്നവനാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ പിതാക്കന്മാർ പഠിപ്പിച്ചതാണ്. 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ ഉദ്ഘാടന വേളയിൽ പോളാറാമൻ പ്രാർത്ഥിച്ചതാണ്. നവീകരിക്കുന്ന ആത്മാവേ, എല്ലാത്തിനെയും പുതുതാക്കുന്ന ആത്മാവേ, സഭയുടെ മേൽ എഴുന്നള്ളി വരണമേ എന്നാ പറഞ്ഞു. എല്ലാത്തിനെയും നവീകരിക്കുന്ന ആത്മാവ്, എല്ലാത്തിനെയും പുതുക്കുന്ന ആത്മാവേ, എഴുന്നള്ളി വരണമേ എന്നാ പറയുന്നത്. പരിശുദ്ധാത്മാവ് സഭയാകുന്ന നമ്മുടെ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രമാണ്, ജീവനാണ്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും വസ്ത്രം ധരിച്ചിരിക്കുന്നവരാണ്. വസ്ത്രം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? മെഷീനിലാകാം, കൈകൊണ്ടാകാം, നെയ്തെടുക്കാം. നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും പാകിയ വസ്ത്രം നെയ്യുന്നത് മെഷീനിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മളൊരു ഊടും പാവും നമ്മൾ പറയും. അപ്പൊ സഭയാകുന്ന വസ്ത്രത്തിന്റെ ഊടും പാവുമാണ് പരിശുദ്ധാത്മാവ്. അതിൻ്റെ നൂല് നെയ്തെടുക്കുന്നത് പോലെയാണ് നമ്മളെ കോർത്ത് നിർത്തുന്നത്. പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കണം. നിരന്തരമായിട്ട് നമ്മൾ വിശദീകരിക്കണമെന്ന് അപേക്ഷിക്കണം. പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയും, ജഡവും ആത്മാവും നമ്മിലുണ്ട്. ജഡത്തിന്റെ പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് ലൈംഗിക ചിന്തകളും പാപങ്ങളും മാത്രമല്ല, വിരോധവും വിദ്വേഷവും വിഭാഗീയ ചിന്തയും അങ്ങനെ പോകുന്ന പല കാര്യങ്ങളും ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു. വായിച്ചാൽ മതി. അത് ജഡത്തിന്റെ പ്രവണതകളാണ്. ജഡത്തിന്റെ പ്രവണതകളാൽ നമ്മൾ നയിക്കപ്പെട്ടാൽ നമ്മൾ മരിച്ചു പോകുന്ന പൗലോസ് പറഞ്ഞിരിക്കുന്നു. ജഡത്തിന്റെ ചിന്തകൾ അനുസരിച്ച് വ്യാപരിച്ചാൽ അത് നമ്മളെ മരണത്തിൽ കൊണ്ടെത്തിക്കും.
അതേസമയത്തും ആത്മാവിൻ്റെ പ്രവണതകളനുസരിച്ച് പ്രചോദനമനുസരിച്ച് വ്യാപരിച്ചാലോ അത് നമ്മൾ ജീവനിൽ കൊണ്ടെത്തിക്കുന്ന അറിയിക്കുന്നത്. ആ ആത്മാവിൻ്റെ പ്രചോദനമാണ് നേരത്തെ പറഞ്ഞ ഫലങ്ങൾ. അപ്പോൾ ആത്മാവിനാ നയിക്കപ്പെടുന്നത്. പ്രിയമുള്ളവർ, നമ്മൾക്ക് ശ്രദ്ധിക്കാം, നമ്മുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. ഏത് കാര്യം വരുമ്പോഴും നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു യാത്ര പുറപ്പെടാൻ പോകുന്നു, ഒരു വഴി തിരഞ്ഞെടുക്കാൻ പോകുന്നു, ഒരു വാഹനം തിരഞ്ഞെടുക്കാൻ പോകുന്നു, പരിശുദ്ധാത്മാവോട് ചോദിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാകട്ടെ. ഞാൻ ഏത് വഴിയെ പോകണം, ഏത് വാഹനം ഞാൻ എടുക്കണം, ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും നമ്മളോട് പറയും. ചോദിക്കുന്ന ഒരു ശീലമാക്കി വെച്ചാൽ മതി. ഇങ്ങനെ നിരന്തരം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ പ്രചോദിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. പൗലോസ് പറയുക, ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കി കളയരുത്, വേദനിപ്പിക്കരുത് എന്നൊക്കെ പറയും. എങ്ങനെ നിർവീര്യമായി പോകുന്നത്? പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. ആ പ്രചോദനങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ചെവി കൊടുക്കാതിരുന്നാൽ ആ പരിശുദ്ധാത്മാവ് നിർവീര്യമായി തീരും, ആ കേൾക്കാതെ ആയിത്തീരും. നമ്മൾ ലോകത്തിൻ്റെ വലിയ ശബ്ദങ്ങളും ബഹളങ്ങളും ജഡത്തിൻ്റെ പ്രവണതകളുകൊണ്ട് നമ്മുടെ മനസ്സും ഹൃദയവും എല്ലാം അങ്ങ് നിറഞ്ഞു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നേർത്ത സ്വരം കേൾക്കാൻ നമുക്ക് കഴിയാതെ വരും. പൗലോസ് പറയുക, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കി കളയരുത്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. നമ്മൾ ഓരോ തെറ്റുകളും ചെയ്യുമ്പോഴും ആത്മാവിനെ വേദനിപ്പിക്കുക. പക്ഷേ ആത്മാവ് നമ്മൾ വിട്ടിട്ട് പോകുകയില്ല. എപ്പോഴും നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് നമ്മൾ വിശുദ്ധീകരിക്കും. ആത്മാവ് തെറ്റിനെ പറ്റി ഓർമ്മപ്പെടുത്തി നന്മ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പക്കലേക്ക്, പിതാവിൻ്റെ പക്കലേക്ക് നമ്മൾ നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധ ജോൺ ബോൾ മാർപ്പാപ്പയുടെയും ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒക്കെ ഒരു കുമ്പസാരക്കാരനുണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു കപ്പുച്ചിൻ സഭയിലെ ഒരു വൈദികനാണെന്ന് തോന്നുന്നു. കന്തല മേസ എന്ന പേര്, കന്തല മേസ എന്ന മേശയാണെന്ന് നമുക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പേരെങ്ങനെയാണ്? ഈ അടുത്ത കാലങ്ങളിൽ പരിശുദ്ധ പിതാവ് അമേരിക്കയിലെ എല്ലാ ബിഷപ്സിനെയും ധ്യാനിപ്പിക്കാൻ പറഞ്ഞു വിട്ടത് തൻ്റെ കുമ്പസാരക്കാരന്. അദ്ദേഹത്തിൻ്റെ ഒരു വചനം, അദ്ദേഹം പറയുകയാണ്, ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സ്നേഹപ്രവാഹമാണ് പരിശുദ്ധാത്മാവ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന സ്നേഹപ്രവാഹമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ദൈവസ്നേഹത്തെ പറ്റി ഞങ്ങളോട് പറയണം, എപ്പോഴും ഞങ്ങളെ ഓർമ്മപ്പെടുത്തണം, ഞങ്ങളെ പുതു സൃഷ്ടികളാക്കണം, നീ ഞങ്ങളെ അഭിഷേകം ചെയ്യണം, നിന്റെ വരങ്ങളും നിന്റെ ദാനങ്ങളും നിന്റെ ഫലങ്ങളും സമർത്ഥമായി ഞങ്ങളിലേക്ക് ചൊരിയണം. നമ്മുടെ കർത്താവിനോട് പറഞ്ഞാൽ മതി, കർത്താവ് തീർച്ചയായിട്ടും ആ ആത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കും. ഈ ധ്യാനത്തിൻ്റെ സമാപന ദിവസത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഈ ആത്മാവിനാൽ നിറയപ്പെടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നവരും സാബുവും അവരുടെ ടീമും നമ്മുടെ അച്ഛന്മാരും ഇവിടുത്തെ ശുശ്രൂഷകരും അല്ല, ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കണം. ഞാനും നിങ്ങളോടൊപ്പം പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാനായിട്ട് നമ്മുടെ രൂപതയിലെ നമ്മുടെ അഭിവന്യ പിതാക്കന്മാരെ, വലിയവറ്റം പിതാവിനെയും പാമ്പ്ലാനി പിതാവിനെയും എല്ലാ വൈദികരെയും സന്യസ്ത വൈദികരെയും ഒക്കെ നമ്മൾ ഓർക്കണം. നമ്മുടെ സമർപ്പിത സംഭവങ്ങളായിട്ടുള്ള സിസ്റ്റേഴ്സിനെയും ബ്രദേഴ്സിനെയും ഒക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. എല്ലാ കുടുംബങ്ങളെയും നമ്മൾ അനുസ്മരിക്കണം. നമുക്ക് ഏതാണ്ട് 60,000-ഓളം കത്തോലിക്ക കുടുംബങ്ങളുണ്ടല്ലോ. എല്ലാ കുടുംബങ്ങളെയും നമ്മൾ ഓർക്കുക. ആ കുടുംബങ്ങളിലേക്കെല്ലാം പരിശുദ്ധാത്മാ കടന്നു ചെല്ലാനായിട്ട് കണ്ണുകളടച്ച ഒരു നിമിഷം മൗനമായി നമ്മുടെ എല്ലാ യാചനകളും പ്രാർത്ഥനകളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് സഹായകനായിരിക്കണമേ. സാക്ഷ്യത്തിനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. നീതിയെപ്പറ്റിയും സത്യത്തെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പാപത്തെപ്പറ്റിയുള്ള അവബോധം ഞങ്ങൾക്ക് തരണമേ. പാപബോധവും പശ്ചാത്താപവും ഞങ്ങൾക്ക് തരണമേ. തെറ്റുകൾ ഏറ്റുപറയാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പാപരഹിതമായി ജീവിക്കാനുള്ള ശക്തി പകരണമേ. തിന്മയോടും ദുശീലങ്ങളോടും വിട പറയുവാൻ ഉള്ള കരുത്ത് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. നന്മയിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക്, മക്കളിലേക്ക്, ഞങ്ങളുടെ ചെറുപ്പക്കാരിലേക്ക്, ഞങ്ങളുടെ ദമ്പതികളിലേക്ക്, മാതാപിതാക്കളിലേക്ക് കടന്നു വരണമേ. ഇവിടെ രോഗികളായി കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. അവരെയൊക്കെ ആശ്വസിപ്പിക്കണമേ, സൗഖ്യം കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ആത്മാവ് നിറഞ്ഞവളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, അസിസിൽ വിശുദ്ധ ഫ്രാൻസിസ്, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
എൻ്റെ പേര് ജിൻജു ജോസ്. ജിൻഡു, എത്ര വർഷം മുൻപാ നമ്മുടെ ധ്യാനം കൂടിയേ? ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം ലാസ്റ്റ്. കഴിഞ്ഞ ഏപ്രിൽ ലാസ്റ്റ് ആഴ്ചയിൽ കോട്ടയത്ത് വന്ന് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്നു. പറഞ്ഞു. ഞാൻ ടീച്ചറാണ്. ഇപ്പോൾ ചെമ്പേരി നിർമ്മല ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം, അതായത് 2017 ജനുവരി മുതൽ എൻ്റെ ഒരു ഇടത്തെ കാലിന് ഭയങ്കര മരപ്പാണ്. കുറച്ച് സമയം പോലും നിൽക്കാൻ പറ്റുമല്ല. നിന്ന് കഴിയുമ്പോൾ ഭയങ്കര മരപ്പ്. ഹോസ്പിറ്റലിൽ പോയി ഡിസ്കിന് കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ അല്ലാതെ വേറെ ഒരു നിവൃത്തിയും ഇല്ല. 2 സ്ഥലത്ത് 21 ദിവസവും 11 ദിവസവും കിടന്ന് ആയുർവേദ തിരുമ്മി ചികിത്സിച്ച് നോക്കി. കർണാടക, തമിഴ്നാട്, കേരളം അറിയപ്പെട്ട എല്ലാ സ്ഥലത്തും പോയി. എല്ലായിടത്തും ഡോക്ടേഴ്സ് ഓപ്പറേഷൻ മാത്രമാണ് പറയുന്നത്. ഓപ്പറേഷൻ ചെയ്യാൻ റെഡിയായിരുന്നു. പക്ഷേ ആർക്കും ഉറപ്പില്ല, ശരിയാകുമെന്ന് ഒരു ഉറപ്പുമില്ല. അങ്ങനെ ലാസ്റ്റ് റിസൈൻ ചെയ്യുമല്ലാതെ എൻ്റെ മുമ്പിൽ വേറെ ഒരു നിവൃത്തിയില്ല. 1 വർഷം മുഴുവൻ ഇരുന്ന് പഠിപ്പിച്ചു. അപ്പോൾ മാർച്ചിൽ പോയി കോർപ്പറേറ്റീവ് പറഞ്ഞ് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. അല്ലാതെ നിവൃത്തിയില്ല. 6 മാസം ഓപ്പറേഷൻ ചെയ്താലും 6 മാസം അനങ്ങാതെ കിടക്കണം. എനിക്ക് അന്ന് 1.5 വയസ്സുള്ള കൊച്ചുണ്ട്. മൂത്ത കൊച്ച് 8 വയസ്സ്. അങ്ങനെ ലാസ്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ പറഞ്ഞു, എന്തായാലും ധ്യാനം കൂടിയിട്ട് തീരുമാനിക്കാം റിസൈൻ ചെയ്യുന്ന കാര്യം. അങ്ങനെ ഒരു നിവൃത്തിയില്ല, റിസൈൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. ധ്യാനം കൂടാൻ സാബു ബ്രദറിൻ്റെ ധ്യാന കേന്ദ്രത്തിലാണ് പോയത്. ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലാണ്, കളത്തിപ്പടിയിലാണ് പോയത്. ഏപ്രിൽ മാസം ലാസ്റ്റ് സൺഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ധ്യാനത്തിനാണ് വന്നത്. എനിക്ക് നിൽക്കാൻ പറ്റുമല്ല. കുറച്ച് സമയം നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വളയും. എന്നെ കണ്ടപ്പോൾ തന്നെ അവിടെ ഉള്ളവർ എനിക്ക് ബെഡൊക്കെ ആക്കി തന്നു. ധ്യാനം കൂടി ആദ്യത്തെ ദിവസം വലിയ വ്യത്യാസമൊന്നുമില്ല, നല്ലോണം വേദനയുണ്ട്. എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നീ അവിടെ കിടന്നു കൂടിക്കോ, ഞാൻ അവരോട് പറയാമെന്ന് പറഞ്ഞു. എനിക്ക് കിടക്കാൻ നാണക്കേട്, അതുകൊണ്ട് ഞാൻ ഇരുന്ന് തന്നെ കൂടി. 2ാമത്തെ ദിവസം കുർബാനയ്ക്ക് ഏറ്റവും വിഷമം എനിക്ക് കുർബാനയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. എൻ്റെ പ്രായം ആയ ചേച്ചിമാരൊക്കെ നിന്ന് കുർബാന കൂടും, ഞാൻ മാത്രം കസേരയിൽ ഇരുന്ന് കുർബാന കൂടും. ഞാൻ 2ാം ദിവസം ബ്രദറിൻ്റെ ക്ലാസ് 2ാം ദിവസമാണ് അന്ന് ഉണ്ടായിരുന്നത്. കൂടി കുർബാന കുറേയൊക്കെ നിന്ന് വേദന സഹിച്ചു കൂടി. 3ാം ദിവസം വൈകുന്നേരം ധ്യാനത്തിൻ്റെ സമയത്ത് ബ്രദർ പറഞ്ഞു, ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ളവരെല്ലാം കയറി വരാൻ പറഞ്ഞു. 7 പേരുണ്ട്, കയറി വരാൻ പറഞ്ഞു. ഞാൻ അതിൽ 5ാമതായിരുന്നു വന്നത്. എൻ്റെ മുമ്പിലുള്ള ആളെ വരെ സ്റ്റേജിൽ കയറ്റി സൗഖ്യപ്പെടുത്തി വിട്ടു. അപ്പോഴും എന്നെ വിളിച്ചില്ല. ഞാൻ തിരിച്ച് പോയി, സമയമില്ലായിരുന്നു പറഞ്ഞു. സങ്കടമോ, അതിൽ കൂടുതൽ വേറെ സങ്കടം വേറൊന്നുമില്ല. കാരണം എൻ്റെ മുമ്പിൽ ഒരു നിവൃത്തിയോ ഒന്നുമില്ല, വേറെ മാർഗം. ദൈവത്തിനോട് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എനിക്ക് എൻ്റെ കൊച്ചിനെ എടുക്കാൻ പറ്റണം. സ്കൂളിൽ റിസൈൻ ചെയ്യുന്നത് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ എണീറ്റ് നിൽക്കാൻ പറ്റണം 2 കാലയിൽ. 3ാമത്തെ ദിവസം ധ്യാനം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ബ്രദറിനെ കണ്ട് പ്രാർത്ഥിക്കേണ്ടവർ നിൽക്കാൻ പറഞ്ഞു. 11:45 വരെ അന്ന് ആ ഓഡിറ്റോറിയത്തിൽ നിന്നിട്ട് ബ്രദറിനെ കണ്ടു. ജസ്റ്റ് ബ്രദർ ഭയങ്കര തിരക്കാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് 2 വർഷമായി 1.5 വർഷമായി ഇങ്ങനെ കംപ്ലൈൻ്റ് ആണ്. അതൊന്നും കേൾക്കുന്നില്ല. ബ്രദർ പറഞ്ഞു, കുനിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. 2 തട്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു 10 പ്രാവശ്യം അവിടെ ഇരുന്നിട്ട് ഏറ്റിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ 1 വർഷം കൂടി ഞാൻ മെല്ലെ കുനിഞ്ഞിരുന്ന് 10 പ്രാവശ്യം ഇരുന്നിട്ട് പോയി. ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ചെമ്പേരി സ്കൂളിലേക്ക് ട്രാൻസ്ഫറാണ് കിട്ടിയത്. എന്നോട് എച്ച്.എം പറഞ്ഞു, എന്നെ കൊണ്ടുപോയി വിടാൻ വന്ന എച്ച്.എം ചെമ്പേരി സ്കൂളിലെ എച്ച്.എമ്മിനോട് പറഞ്ഞു, ഈ ടീച്ചർ 1 വർഷമായിട്ട് ഇരുന്നു കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഇപ്പം ധ്യാനം കൂടി ശരിയായി എന്ന് പറയുന്നു, ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം ജൂൺ 1-ാം തീയതി കൊണ്ടുപോയി വിട്ടു. 12-ാം തീയതിയാണ് അവിടെ സ്കൂൾ തുറന്നത്. എങ്കിലും ചെമ്പേരി ഭാഗത്ത് ജൂൺ 1-ാം തീയതി സ്കൂൾ തുറന്നു, ജോയിൻ ചെയ്തു. അതിനുശേഷം ഇതുവരെ എനിക്ക് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. ബ്രദർ ഇവിടെ വന്നതുകൊണ്ട് ഇന്നലെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ 2 പിള്ളേരെയും കൊണ്ട് ബസ്സിനാണ് ഇവിടെ വന്നത്. കഴിഞ്ഞ വർഷം ഞാൻ ബസ്സിൽ കയറിയിട്ടേ ഇല്ല. എനിക്ക് ബസ്സിൽ കയറി വരാൻ പറ്റില്ലായിരുന്നു. അത്ഭുതകരമായ കർത്താവിൻ്റെ സ്പർശനമാണ്. ഓപ്പറേഷൻ കർത്താവ് നീക്കിക്കൊടുത്തു. ജോലി റിസൈൻ ചെയ്യാനിരുന്നത് കർത്താവിൻ്റെ എന്തൊരു കരുണയല്ലേ. ജോലിയൊന്നും പോകാതെ എല്ലാം ക്രമീകരിച്ചു. ഇപ്പൊ പൂർണ്ണ സൗഖ്യം, ഒരു കുഴപ്പമില്ല. അതിനുശേഷം ഒരു മരുന്നും ഒരു ഹോസ്പിറ്റലിലും പോയിട്ടേ ഇല്ല. ഈ കംപ്ലൈന്റിന് വേണ്ടി എല്ലാ ജോലി ചെയ്യുന്നുണ്ടോ? എല്ലാ ജോലി ഒരു കുഴപ്പമില്ല. അവിടെ 12 ഡിവിഷൻ ഉണ്ട്. 12 ഡിവിഷനിൽ ഫിസിക്സ് പഠിപ്പിക്കുന്നത് ഞാൻ തന്നെ. ഒന്ന് ഇരുന്നീറ്റേ, ഒന്ന് കാണട്ടെ ഞങ്ങള്. കംപ്ലൈന്റും ഇല്ല, ഒരു കുഴപ്പമില്ല. ഒന്ന് നടുവൊക്കെ തിരിച്ചു കാണിക്കാം. ഹല്ലേലൂയ. യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ. യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ.